മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മനോഹരമായ ഒരു ഹദീസ്, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫിൽ ജമാഅ, ആരെങ്കിലും 40 ദിവസം കൃത്യമായിട്ട് ജമാഅത്തായിട്ട് ഒരു മനുഷ്യന്റെ നിസ്കാരത്തെ അവൻ നിലനിർത്തിയാൽ. എങ്ങനെ നിലനിർത്തിയാൽ? ഒരു മനുഷ്യൻ 40 ദിവസം കൃത്യമായിട്ട് അതിൽ ഒരു പോരായ്മകളോ ഒരു തടസ്സങ്ങളോ വരുത്താത്ത നിലയിൽ 40 ദിവസത്തോളം ഒരു മനുഷ്യൻ അവന്റെ ജമാഅത്ത് നിസ്കാരങ്ങളെ കൃത്യമായി നിലനിർത്തിയാൽ, പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ആ ജമാഅത്തിനെ നിലനിർത്തേണ്ടത്. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, യുദ്രികു തക്ബീറത്തുൽ ഊല, അതായത് ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ എത്തിയവനായ നിലയിൽ. പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നു, ബാങ്ക് വിളി കഴിഞ്ഞ് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്നു. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നു. ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോടൊപ്പം എത്തിയവനായ നിലയിൽ ഒരു മനുഷ്യൻ 40 ദിവസം കൃത്യമായിട്ട് അതിലൊരു വീഴ്ചയും വരുത്താതെ അവന്റെ ജമാഅത്ത് നിസ്കാരങ്ങളെ അവൻ എത്തിച്ചാൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുത്തിബ ലഹു ബറാഅത്താൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിക്ക് 2 മോചനങ്ങൾ കൊടുക്കുമെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തൊക്കെയാണ് റസൂലേ ആ 2 കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഹബീബേ? 40 ദിവസത്തോളം കൃത്യമായിട്ട് ജമാഅത്തായിട്ട് ഇമാമിനോടൊപ്പം ഇമാമിന്റെ തുടക്കത്തിൽ തന്നെ 40 ദിവസത്തോളം ഒരു മനുഷ്യൻ ജമാഅത്തിനെ നിലനിർത്തിയാൽ, ജമാഅത്ത് നിസ്കാരത്തെ നിലനിർത്തിയാൽ, അല്ലാഹു കൊടുക്കുന്ന 2, അല്ലാഹു അവനിൽ നിന്ന് ഒഴിവാക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒന്നാമത്തെ ഒഴിവാക്കലേതാ? ബറാഅത്തും മിനന്നാർ, കത്തിയാളുന്ന നരകമില്ലേ, ആ നരകത്തിൽ നിന്നും അല്ലാഹു അവനെ ഒഴിവാക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കത്തിയാളുന്ന നരകത്തിൽ നിന്നും അവന്റെ ശരീരത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. അവന്റെ ശരീരം അല്ലാഹുവിന്റെ നരകത്തിൽ കടന്നു പോകൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മറക്കണ്ട, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മറക്കല്ലേ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഗൗരവമുള്ള ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. നുണ പറയാത്ത നൂറേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, പടച്ചവനെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം പടച്ചവനോട് പറയുമല്ലോ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അതേ ദുആ തന്നെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പറയുമല്ലോ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, പടച്ചവനെ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ. അല്ലാഹുന്ന നരകത്തിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. രണ്ടാമത്തെ ഒഴിവാക്കലേതാണ്? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ടാമത് അല്ലാഹു അവനിൽ നിന്ന് ഒഴിവാക്കുന്നത് ബറാഅത്തും മിനൻ നിഫാഖ്,
കാപട്യത്തെ അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. അവന്റെ മനസ്സിന്റെ കാപട്യത്തെ, അവന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന മോശമായ ചിന്തകളെ, അവന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന മോശമായ ചിത്രങ്ങളെ, അവന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന മോശമായ വൈകാര്യങ്ങളെ അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോ, ഹയ്യാല സ്വലാ ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരണേ, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് വിളിക്കുമല്ലോ. പോകണം ചെറുപ്പക്കാരാ, എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകണമെടാ. എന്നിട്ടോ ഒളു എടുത്ത് പള്ളിക്കകത്ത് കയറി ഇരുന്നു കൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇമാമിനോടൊപ്പം തുടക്കത്തിൽ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് അള്ളാഹു കൊടുക്കുന്ന 2 നേട്ടങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അവന്റെ മനസ്സിന്റെ കാപട്യത്തെ അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഇന്നുവരെ കളവ് പറയാത്ത നൂറേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.